ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എൻ്റെ ബുള്ളറ്റ് ജേണലിൻ്റെ ജനുവരി സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൊത്തത്തിലുള്ളൊരു ഇയർലി സെറ്റപ്പ് ഉണ്ടല്ലോ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജനുവരിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇത് കാണുക കേട്ടോ. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ജേണലിൻ്റെയും ബ്രഷ് പെന്നിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പാറ്റേൺ പേപ്പർ കണ്ടോ, എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സെല് ചെയ്യുന്ന ഒരു പാറ്റേൺ പേപ്പറാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ ഒരു സാധനമാണ് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ടൈറ്റിൽ പേജാണ് ഉണ്ടാക്കുന്നത്. ജനുവരി എന്ന് എഴുതിയൊരു പേജ്. എനിക്ക് ഈ ഒരു തീമിലാണ് ഞാനിത് മൊത്തം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടെഡ്ഡി ബെയർ, കോഫി, ബ്രൗൺ, ഗ്രീൻ, ആ ഒരു തീമുണ്ടല്ലോ, നല്ലൊരു അസ്തറ്റിക് ആയിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ ആ ഒരു തീമിലാണ് ഫസ്റ്റ് തന്നെ ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈറ്റിൽ പേജ് വെച്ചു. ഇനി ഒരു കാലണ്ടർ, അതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാലണ്ടറൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ ഒരു ഓർഗാനിക് ലുക്ക് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. അപ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു അസ്തറ്റിക് സെറ്റപ്പ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂവിങ് ഓൺ. നെക്സ്റ്റ് പേജ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. ഈ മന്തിൽ ഒരു 3 ഗോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണിത്. അപ്പോൾ ആദ്യം ഗോൾ എഴുതാനുള്ളൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അടിയിൽ ആക്ഷൻ പ്ലാൻ, അതിൻ്റെ അടിയിൽ ആക്ഷൻ സ്റ്റെപ്പ്, പിന്നെ കംപ്ലീറ്റഡ് ആയോ എന്നുള്ളതിനൊരു ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം, പിന്നെ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ഗോളിൽ എന്നുള്ളതിന് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റാർസും. നെക്സ്റ്റ് ബക്കറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ്. ഇനി അടുത്തത് മൂഡ് ട്രാക്കറാണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രീസാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ കളർ കൊടുക്കാം. ഹാപ്പി ആണെങ്കിൽ ഇന്ന കളർ, സാഡ് ആണെങ്കിൽ ഇന്ന കളർ എന്ന്. അടിയിൽ ഞാനൊരു ഡയറക്ഷൻ പോലെ ഒരു സാധനം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. നമ്മുടെ വെള്ളം കുടി, 8 hours സ്ലീപ്പ്, അതൊക്കെ ട്രാക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കർ. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടിയും വരച്ചിട്ട് ഹാബിറ്റ് ട്രാക്കർ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ എക്സസൈസ് ചെയ്യാൻ, വാട്ടർ, പിന്നെ അങ്ങനെ കുറച്ച് ഹാബിറ്റ്സ് ഉദ്ദേശിക്കുന്നുണ്ട് പുതിയതായിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാക്കർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അവിടെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു. ഇനി അടുത്ത പേജ് എക്സ്പെൻസസ് ആണ്. നമ്മുടെ മന്ത്ലി എക്സ്പെൻസൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ്. അപ്പോൾ അവിടെയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ഒരു ബ്രൗൺ, ടെഡ്ഡി ബെയർ, കോഫി എന്നുള്ളൊരു തീമിലാണ് മൊത്തം ഈ മന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വിഷ് ലിസ്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഡെയിലി ലോഗാണ് കേട്ടോ. നമ്മുടെ ഓരോ ദിവസത്തെയും എഴുതി വെക്കാനൊരു സ്ഥലം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് ബോക്സസ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ 3 പേജിൽ ഞാനിത് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 31 ബോക്സ് മൊത്തം ഉണ്ടാവും. കാരണം 31 ദിവസമാണല്ലോ, അതുകൊണ്ട് 31 ബോക്സ്. പിന്നെ എല്ലാത്തിൻ്റെയും കോർണറിൽ അതിൻ്റേതായ ഡേറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി empty ആയി കിടക്കുന്ന സ്പേസിലൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ മന്ത്ലി സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. ഇതുപോലെ തന്നെ ബാക്കി വന്ന 2 പേജും ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെയും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് എൻ്റെ മാക്സിമം ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ ആ ഒരു തീമിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉള്ളവർ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, ഇല്ലാത്തവർ വരയ്ക്കും ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഒരു മിനിമലായിട്ട് വേണമെങ്കിൽ ഈ ബുള്ളറ്റ് ജേണൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ കണ്ട പല സ്റ്റിക്കേഴ്സും ഞാൻ വാങ്ങിയതൊന്നുമല്ല, പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുന്നത് തന്നെയാണ്. വാഷി ടൈപ്പ് പോലും പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും അവിടെയും ഇവിടെയും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പിന്നെ ഒട്ടിക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഷീറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ കുറച്ച്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വരുന്ന മാസങ്ങളുടെയൊക്കെ ബുള്ളറ്റ് ജേണൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ പോസ്റ്റ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മൊത്തം നമുക്കൊന്ന് ആദ്യം തൊട്ട് കാണാം അല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.